ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 16 ദിവസം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കളെ പ്രചാരണത്തിന് എത്തിക്കാൻ ഒരുങ്ങി മുന്നണികൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. അടുത്ത മാസം 2-ന് ആറാട്ടോടെ സമാപനം. അമിതവണ്ണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അനധികൃത വിപണനത്തിനും പരസ്യങ്ങൾക്കുമെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. ഇതേ വിഷയത്തിൽ ഇന്നലെ ലോക്സഭയിലും ശ്രീ മോദി പ്രസ്താവന നടത്തിയിരുന്നു. അതേസമയം 2026 ധനകാര്യ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. രാജ്യസഭയിൽ 2026 വിനിയോഗ ബില്ലിന്മേൽ ചർച്ച ഇന്നും തുടരും. കഴിഞ്ഞ 3 ദിവസത്തിൽ ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് നടത്തിയ 25 വിമാന സർവീസുകൾ വഴി ഏകദേശം 7750 ഇന്ത്യൻ പൗരന്മാർ തിരികെ എത്തിയതായി ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികളും സംശയങ്ങളും പരിഹരിക്കുന്നതിനായി എംബസി കൺട്രോൾ റൂം മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ, ഇമെയിൽ, വാട്സ്ആപ്പ് സേവനങ്ങൾ വഴി പൗരന്മാർക്ക് എംബസിയെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. JEE നീറ്റ് പരീക്ഷാർത്ഥികളുടെ ആശങ്കകൾ ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2117 പത്രികകളാണ് ലഭിച്ചത്. 1252 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി ഈ മാസം 26-ന് അവസാനിക്കുന്നതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 16 ദിവസം. എല്ലാ മണ്ഡലങ്ങളിലും മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യ പ്രചാരണത്തിലായിരിക്കും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. NDAയുടെ പരസ്യ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീമതി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരെത്തും. UDFന്റെ പ്രചാരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം നാളെ കോഴിക്കോട് ആരംഭിക്കും. LDF പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ബാനറുകളും പതാകകളും പ്രദർശിപ്പിക്കുന്നത് ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി പാലിച്ചായിരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സ്വകാര്യ സ്ഥലങ്ങളിൽ ബാനറുകളും പതാകകളും പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ കൈവശക്കാരുടെ സ്വമേധയാ ഉള്ള അനുമതി ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. സ്വകാര്യ വാഹനങ്ങളിൽ പതാകകളും സ്റ്റിക്കറുകളും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പതിക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ടാകും. എന്നാൽ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് ഇതുമൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. വാണിജ്യ വാഹനങ്ങളിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനുമതിയുള്ള വാഹനമാണെങ്കിൽ ഇതിന് ഇളവ് ലഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. മാർച്ച് 26 വരെയാണ് പരിശീലനം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി അസംബ്ലി ലെവൽ ട്രെയിനർമാർക്കുള്ള പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം സമ്മതിദായകർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സക്ഷം മൊബൈൽ ആപ്പിനെ കുറിച്ച് ഒരു റിപ്പോർട്ട്. ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ വോട്ടർ തിരിച്ചറിയൽ രേഖ നേടുന്നതിനും വോട്ട് രേഖപ്പെടുത്താനും സാധിക്കും എന്നതാണ് സക്ഷം ആപ്പിന്റെ പ്രത്യേകത. കാഴ്ച പരിമിതിയുള്ളവർക്ക് ശബ്ദസഹായം, കേൾവി പരിമിതിയുള്ളവർക്ക് എഴുത്ത് സംസാര രൂപത്തിലാക്കുന്ന ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻ എന്നീ സൗകര്യങ്ങളും ഇതിലുണ്ട്. വലിയ അക്ഷരങ്ങൾ, ഉയർന്ന കോൺട്രാസ്റ്റ് നിറങ്ങൾ എന്നിവ ഉപയോഗിച്ച് കാഴ്ച പരിമിതിയുള്ളവർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷൻ, അവിടെ ലഭ്യമായ സൗകര്യങ്ങൾ, ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ എന്നിവ ആപ്പിലൂടെ അറിയാം. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വീൽചെയർ ആവശ്യമുള്ളവർക്ക് ഈ ആപ്പിലൂടെ മുൻകൂട്ടി അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാതി നൽകാനും ആപ്പിൽ സൗകര്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു.
സർക്കാർ മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ വാർത്താവിഭാഗം മേധാവി അജയ് ജോയ് പ്രഭാഷണം നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി AG ബൈജു, വാർത്താവിഭാഗം മേധാവി ലെമി ജി നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലഹരിമരുന്ന് കടത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് പ്രത്യേക കൺട്രോൾ റൂം രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനം വരെ 24 മണിക്കൂറും 0484242532 എന്ന ലാൻഡ്ലൈൻ ലൈൻ പ്രവർത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന GLP-1 വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുടെ അനധികൃത വിപണനത്തിനും പരസ്യങ്ങൾക്കുമെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. അനധികൃത വിൽപ്പന തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പരിശോധനകൾ ആരംഭിച്ചു. മരുന്നിന്റെ ലഭ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വയം ചികിത്സ ഒഴിവാക്കി പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ പക്ഷിപ്പനി 100 കണക്കിന് കർഷകരുടെ ഉപജീവനത്തെ ബാധിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കോഴികളെയും താറാവുകളെയും കാടകളെയും വളർത്തി ഉപജീവനം നടത്തുന്ന 100 കണക്കിന് കർഷകരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. എന്നാൽ ഇടയ്ക്കിടെ എത്തുന്ന പക്ഷിപ്പനി ഈ കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ്. ചേർത്തല താലൂക്കിലെ മുഹമ്മ പ്രദേശത്താണ് പക്ഷിപ്പനി കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ 6000-ഓളം പക്ഷികളെ പ്രതിരോധത്തിന്റെ ഭാഗമായി കൊന്നൊടുക്കി. രോഗം ബാധിച്ച് പക്ഷികളെ നഷ്ടപ്പെടുന്ന കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരവുമില്ല. അതോടൊപ്പം രോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും നടപടിയുമില്ല. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതെ, നമുക്ക് ക്ഷയരോഗത്തെ അവസാനിപ്പിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നേരത്തെയുള്ള രോഗനിർണയം, സൗജന്യ ചികിത്സ, പോഷകാഹാര സഹായം, രോഗപരിചരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ക്ഷയരോഗം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ജനങ്ങളോടും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 2-ന് ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാവിലെ 9 മണിക്ക് കൊടിയേറ്റോടുകൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുനി ഉത്സവത്തിന് തുടക്കമായത്. ശുദ്ധിക്രിയകൾക്ക് ശേഷം പൂജിച്ച കൊടിക്കൂറയും കൊടിക്കയറും പെരിയ നമ്പിയും പഞ്ചഗവ്യത്ത് നമ്പിയും ചേർന്ന് തന്ത്രിക്ക് കൈമാറി. ഉത്സവ ദിവസങ്ങളിൽ വൈകുന്നേരം 4:30-നും രാത്രി 8:30-നും ഉത്സവ ശ്രീബലി ഉണ്ടായിരിക്കും. ഏപ്രിൽ 1-ന് രാത്രിയാണ് പള്ളിവേട്ട. ഏപ്രിൽ 2-ന് വൈകുന്നേരം ആറാട്ടോടെ പൈങ്കുനി ഉത്സവം സമാപിക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ 3 ദിവസത്തെ സംഗീതോത്സവം ആരംഭിക്കും. ഓച്ചിറ വി ശിവദാസൻ, അശ്വതി തിരുനാൾ രാമവർമ്മ, ഡോക്ടർ ആനയടി ധനലക്ഷ്മി തുടങ്ങിയവരുടെ കച്ചേരികൾ അരങ്ങേറും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 927 പോയിന്റ് നേട്ടത്തിൽ 73,624-ലും, നിഫ്റ്റി 288 പോയിന്റ് ഉയർന്ന് 22,800-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,160 രൂപ കുറഞ്ഞ് 1,02,920 രൂപയും ഗ്രാമിന് 12,865 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 16 ദിവസം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കളെ പ്രചാരണത്തിന് എത്തിക്കാനൊരുങ്ങി മുന്നണികൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. അടുത്ത മാസം 2-ന് ആറാട്ടോടെ സമാപനം. അമിതവണ്ണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അനധികൃത വിപണനത്തിനും പരസ്യങ്ങൾക്കുമെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ. സംസ്ഥാനത്ത് പകൽ താപനില ഉയരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.